ഈ വീഡിയോ പെട്രോൾ അടിക്കാൻ 2 ലക്ഷം രൂപ പെൻഷൻ ഉള്ളവർക്കല്ല, മറിച്ച് എങ്ങനെ പെട്രോൾ ക്യാഷ് ലാഭിച്ച് യാത്ര നടത്താം എന്ന് ചിന്തിക്കുന്ന സാധാരണ ആൾക്കാർക്കാണ്. ഇപ്പൊ ചെറുതായിട്ട് EV എടുക്കാനുള്ള ഒരു ചിന്ത വന്ന് തുടങ്ങി കാണുമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് അപ്കമിംഗ് ആയിട്ടുള്ള വരാൻ പോകുന്ന കുറച്ച് EV വണ്ടികളെ കുറിച്ച് സംസാരിക്കാം. അതിനു മുമ്പ് 30 ദിവസം കൂടെ 1 മില്യൺ അടിക്കാൻ എന്റെ മുമ്പിലുള്ളൂ. ഞാൻ അന്ന് പറഞ്ഞ ചലഞ്ച് പ്രകാരം, ഇല്ലെങ്കിൽ ഞാൻ തോറ്റുപോകും. താല്പര്യമുള്ളവർക്ക് വേറെ ഒന്നും വേണ്ട, ജസ്റ്റ് പേജ് ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടുക പ്ലീസ്. ആദ്യത്തെ വണ്ടി ടാറ്റയുടെ കുടുംബത്തിൽ നിന്നാണ് സിയാറ EV. ഓൾറെഡി സിയാറ വന്നു, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന് EV വരാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട്. സിയാറ EV വരുമ്പോൾ നമുക്ക് 55 കിലോവാട്ട് 65 കിലോവാട്ട് എന്നീ 2 ബാറ്ററി പാക്കുകളിൽ 400 കിലോമീറ്ററിന് മുകളിൽ റേഞ്ച് കിട്ടുന്ന ഒരു കിഡിലൻ SUV ആയിരിക്കും. ഹാരിയറിന്റെ താഴെ ആയിരിക്കും പ്ലേസ്മെന്റ് വരിക. ഞാൻ പണ്ട് തൊട്ടേ പറയുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടായിരുന്നു. വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പോയി ഹാരിയർ എടുത്തത്. ടയറിന്റെ ഇഷ്യൂ വരത്തില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 18 ഇഞ്ച് ടയർ ആയിരിക്കും വരുന്ന. അത്യാവശ്യം സിയാറ ആ ലുക്ക് തന്നെ ആയിരിക്കും. ഫ്രണ്ടിലത്തെ ഗ്രില്ല് ക്ലോസ് ആയിരിക്കും എന്ന് മാത്രം. 20 മുതൽ 25 ലക്ഷം രൂപ വരെ ആയിരിക്കും സിയാറ EVയുടെ പ്രൈസിംഗ്. രണ്ടാമത്തെ കാർ കിയയിൽ നിന്നാണ് കിയ സിറോസിന്റെ EV. ഇത്ര ആൾക്കാരെന്നറിയോ നെക്സോണിന് പകരം എടുക്കാൻ ഒരു വണ്ടി നോക്കി നിൽക്കുന്നത് വിൻസർ അല്ലാതെ. സിറോസ് ഇവിടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ 35 കിലോവാട്ടിന്റെ മുകളിലായിരിക്കും ബാറ്ററി ബാക്കപ്പ് വരുന്നത്. 350 കിലോമീറ്റർ റിയൽ ലൈഫ് റേഞ്ച് കിട്ടുന്ന അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കാണാൻ തരക്കേടില്ലാത്ത ഒരു കുഞ്ഞ് 20 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ഒരു EV ആയിരിക്കും സിറോസിന്റെ EV. മൂന്നാമത്തെ വണ്ടിയാണ് മാരുതിയിൽ നിന്നും വമ്പൻ ഹിറ്റോട് കൂടി ഫ്ലോപ്പ് ആയി പോയ മാരുതിയുടെ ഈ വിറ്റാരയുടെ ചേട്ടനായ ഈ ബെല്ല. ടൊയോട്ടയ്ക്ക് ബലനയ്ക്ക് ഗ്ലാൻസ് ഉള്ള പോലെ ഈ വിറ്റാരയ്ക്ക് ഈ ബെല്ല സെയിം ഡിറ്റോ ആയിരിക്കും. ഫ്രണ്ടിലും പുറകിലും ചെറിയ ചെറിയ ലുക്കിന്റെ വ്യത്യാസം അല്ലാതെ ബാക്കി ഇന്റീരിയർ ഒക്കെ ഏതാണ്ടൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണുമല്ലോ. അപ്പൊ സെയിം പ്രൈസിലൊക്കെ തന്നെ ടൊയോട്ടയിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 25 ലക്ഷം രൂപയ്ക്ക് താഴെ തന്നെ നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കുന്ന ഒരു വലിയ SUV, ഒരു കുഞ്ഞ് വലിയ SUV ആയിരിക്കും ഈ ബെല്ല. ഏറ്റവും ചെറിയ EVയുടെ സൈഡിലോട്ട് വരുമ്പോൾ ഓൾറെഡി ഇന്നലെ ഇറങ്ങിയതല്ലേ ഉള്ളൂ ടിയാഗോയുടെ പുതിയ EV. അത്യാവശ്യം കൊള്ളാം. 11 ലക്ഷം രൂപ, 10,80,000 അല്ലെങ്കിൽ 10,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡിൽ ഇറക്കാൻ സാധിക്കുന്ന ഒരു കുഞ്ഞ് ഹാച്ച് ബാക്ക് ആയിരിക്കും ടിയാഗോ EV. ബാറ്ററി ബാക്കിൽ പ്രത്യേകിച്ച് വലിയ സെറ്റപ്പ് മാറ്റമൊന്നുമില്ല, പക്ഷേ ലുക്ക് മൊത്തത്തിൽ എന്താണ്ടൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് വശം എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ടിയാഗോ EVയെക്കാട്ടിൽ അടിപൊളി ലുക്കാണ് ടിയാഗോയ്ക്ക്. പക്ഷെ നമുക്ക് പെട്രോൾ അടിക്കാനും അതിന്റെ AMT ഒന്നും കൊള്ളാത്തത് കൊണ്ട് നമ്മൾ ആ സൈഡിലോട്ട് നോക്കുന്നില്ല. പക്ഷേ മൊത്തത്തിൽ ഒരു ചേഞ്ച് ഓവർ നടത്തിയാണ് ടിയാഗോ EV ഈ പ്രാവശ്യം നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്നത്. കോമറ്റിന് ഒരു പൊരിഞ്ഞ അടിയായിരിക്കും ടിയാഗോ EVയുടെ ഈ ഒരു ഫേസ് ലിഫ്റ്റ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ടിയാഗോ EVക്ക് റിയൽ ലൈഫിൽ എത്ര റേഞ്ച് കിട്ടുന്നത് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.